ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ, അപ്പോൾ അവൻ വരുന്ന ആണ്ടിൽ ഈ സമയമാകുമ്പോൾ നീ ഒരു മകനെ അണച്ചുകൊള്ളും എന്ന് പറഞ്ഞു. അതിനവൾ, അല്ല, ദൈവപുരുഷനായ എൻ്റെ യജമാനനെ അടിയനോട് ഭോഷ്ക് പറയരുതേ എന്ന് പറഞ്ഞു. എലിശ ഏലിയാവിൻ്റെ ഇരട്ടി പങ്കുകൊണ്ട് നടക്കുന്ന ആളാണ്. എലിശ ദൈവം പറയുന്നത് കൽപ്പിക്കുന്ന ആളാണ്. ബുദ്ധിയിൽ പറയുന്ന ആളല്ല, യുക്തിയിൽ പറയുന്ന ആളല്ല. എലിശ പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. ആ എലിശായുടെ വാക്കിന് അർത്ഥമുണ്ടായതുപോലെ ഇന്ന് ഈ വചനം കാണുന്ന കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ എലിശായെ ബഹുമാനിച്ച ആ സ്ത്രീയെപ്പോലെ അവൾക്ക് അവളുടെ ജീവിതത്തിൽ ഏറ്റവും ഉള്ള നിരാശ എന്ന് പറയുന്നത് അവൾക്കൊരു കുഞ്ഞില്ലെന്നുള്ളതാണ് അവളുടെ നിരാശ. ഓരോരുത്തർക്കും ഓരോ നിരാശയല്ലേ. ഈ നിരാശയെ പ്രത്യാശയാക്കണം. ബന്ധപ്പെടുന്നത് ദൈവത്തെ, സ്വർഗവുമായിട്ടുള്ള ബന്ധം എപ്പോഴും ഉണ്ടായിരിക്കണം. നടപ്പിലും കിടപ്പിലും ഊണിലും ഉറക്കത്തിലും എല്ലാം ദൈവവുമായിട്ടുള്ള ബന്ധമല്ലെങ്കിൽ പിശാച് അതിനെ തകർത്ത് കളയും. ആ വിശ്വാസത്തിൽ അത് ഏറ്റെടുക്കണം. പക്ഷെ ഇവിടെ അടിയനോട് കള്ളം പറയരുതേ എന്ന് പറയുന്നുണ്ട്. അടിയനോട് ഭോഷ്ക് പറയരുതേ, അടിയനോട് കള്ളം പറയരുതേ. ദൈവം അത്ഭുതം സംഭവിച്ചപ്പോഴാണ് മനസ്സിലായത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അത്രമാത്രം ബഹുമാനത്തോടുകൂടി ദൈവത്തെ ബഹുമാനിക്കാൻ സാധിച്ചു. ദൈവത്തെ ബഹുമാനിക്കാൻ സാധിക്കുമ്പോഴാണ് ദൈവത്തിന് അനുഗ്രഹം തരുന്നത്. ദൈവം നിന്നെ ബഹുമാനിക്കണമെന്ന് വിചാരിച്ചാൽ ഒക്കെയല്ല കേട്ടോ. നിന്നെ ബഹുമാനിക്കും. ദൈവം നിന്നെ ബഹുമാനിക്കും. നീ ദൈവത്തിൻ്റെ അടുത്ത് റിബല്യസ് നേച്ചറാണെങ്കിൽ, നിന്നെ എത്ര സ്നേഹിച്ചിട്ടും നിനക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ എടുത്തു കളയും. അതുകൊണ്ടൊരു വർഷത്തിൻ്റെ അവസാനത്തിൽ പുതിയ തീരുമാനമെടുത്ത് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അടുത്ത വർഷം ഈ സമയത്ത് നാളിതുവരെ പ്രാർത്ഥിച്ചിട്ടുള്ള വിഷയങ്ങൾക്കും പ്രതികൂലമായ സാഹചര്യങ്ങൾ ദൈവത്തിൽ അടിയുറച്ച് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാനൊരു പ്രിപ്പറേഷൻ്റെ സമയമായി തീരട്ടെ. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ, ദൈവമായിട്ടുള്ള ബന്ധം ദൃഢപ്പെടുത്തുവാൻ, ദൈവശക്തിയിൽ നിൽക്കുവാനുള്ള കൃപ അമിതമായി നൽകട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങണമേ, ദൈവത്തിൻ്റെ കൃപ ഇറങ്ങണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, ഒഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകൾ കഴിയുന്നവർ, ബെഡിനായിട്ടുള്ള വിശ്രമം ചെയ്ത് നയിക്കുന്നവർ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, ലോകമ്പാടും സുവിശേഷം ഘോഷിക്കുന്നവർ, വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ മേലും കർത്താവ് അത്ഭുതകരമായി പ്രവർത്തിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. വിശ്വാസത്തോടെ പ്രവചനവാക്യങ്ങൾ ഏറ്റെടുക്കുവാൻ സഹായിക്കണമേ. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചാട്ട്, അതിശയം പ്രവർത്തിച്ചാട്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ആ അത്ഭുതത്തിൻ്റെ അനുഭവം കൊടുക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശുവെ മഹത്വം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു. തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ